ഡേ 7 മണാലി. ഇന്നലെ ഒരു 12:30 ആയപ്പോൾ ഇവിടെ എത്തി മണാലിയിൽ. ആഗ്രയിൽ നിന്നുള്ള 750 കിലോമീറ്റർ. ഓ, എൻ്റെ ജീവിതത്തിലായിട്ട് തന്നെ 700 കിലോമീറ്റർ ഓടിച്ചേക്കണം. അത് എന്താ പറയുക, കൊടൈക്കനാൽ ടു രാമേശ്വരത്ത് നിന്ന് അന്ന് സ്റ്റേ ചെയ്തിട്ട് രാമേശ്വരം ടു ധനുഷ്കോടിയിൽ നിന്ന് കന്യാകുമാരി ടു കോട്ടയം, അങ്ങനെ ഒരു 700 കിലോമീറ്റർ ലോങ് ഓടിച്ചിരിക്കണം. അതിന് ശേഷം അതിലൊന്നും ഓഫ് റോഡില്ല, നല്ല വണ്ടിയാണ് അടിച്ച് കയറിപ്പോൾ സ്പീഡിൽ, അങ്ങനെ നല്ല പീസ്ഫുൾ റോഡും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നലത്തെ ഒരു 750 കിലോമീറ്റർ, ഓ, ആഗ്രയിൽ നിന്ന് ഡൽഹിക്കുള്ള ഒരു 200 കിലോമീറ്റർ നല്ല റോഡേന്, ഫുള്ള് മഴ കൊണ്ട് വണ്ടി ഓട്ടി വലിയ കുഴപ്പമില്ല. പിന്നെ ഡൽഹിയിൽ ഒരു 35 കിലോമീറ്റർ, ഡൽഹിയിൽ നിന്ന് 35 കിലോമീറ്റർ കവർ ചെയ്തത് 1.5 മണിക്കൂർ കൊണ്ടാണ്. ഡൽഹി പിന്നെ തീരെ ബ്ലോക്കിലെത്തോണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ പഞ്ചാബ് ചണ്ഡീഗഡ് നിന്ന് ഹിമാചലിലേക്കുള്ള ആ റോഡും കുഴപ്പമില്ല. പക്ഷേ ഹിമാചലിലെ ബോർഡർ കയറി ടണൽ, അതായത് നമ്മളൊക്കെ ഇപ്പോൾ എങ്ങനെ വരികയാണെങ്കിലും നിങ്ങളിപ്പോൾ ഡൽഹിയിൽ നിന്ന് മണാലിക്ക് വരുമ്പോൾ എന്തായാലും രാത്രി ബസ് കയറിയിട്ടേക്കാരം വരിക. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യൂ, ആ റോഡിൽ നിന്ന് എന്താ പറയുക, മണാലിക്കുള്ള ആ ഒരു വ്യൂ ഒന്നും ഒരിക്കലും കിട്ടില്ല, ടണലൊന്നും കിട്ടില്ല. കാരണം നമ്മളപ്പോൾ ഇതിന് ഉറങ്ങും, നമ്മൾ സ്വാഭാവികം ഉറങ്ങും. പക്ഷേ കാറിലോ ബൈക്കിലോ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തത് വേറെ ലെവലാണ്. ചന്തിയൊക്കെ ഉണ്ട് പറഞ്ഞു പോരാനാണ്. നിർത്തി 189 കിലോമീറ്റർ ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ, ഒരു 10-15 മലൻ്റെയും ഒരു 16 ടണൽ. ഓ, അത് ഒരിക്കലും മറക്കില്ല. അതിൽ റോഡ് സെറ്റ് സാധനം. പിന്നെ ഇവിടെ ലാൻഡ് സ്ലൈഡ് നടന്നതിൻ്റെ ഭാഗങ്ങളും ഓഫ് റോഡും അതും ഇതും. വണ്ടി ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ സർവീസ് കഴിഞ്ഞ് കൊണ്ടുവന്ന് നിർത്തിയേക്കാം. ചെയിൻ ലൂബ് ചെയ്ത് കാര്യങ്ങൾ, അതുപോലെ ഫോഗ്ലൈറ്റ് ഒന്നും വർക്കാവണില്ല. ക്ലച്ച് കേബിൾ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അപ്പോൾ അത് ചേഞ്ച് ചെയ്തു. ആക്സിലേറ്റർ കേബിൾ ഒന്ന് എക്സ്ട്രാ കയറ്റി, ബ്രേക്ക് പാഡൊക്കെ ഒന്ന് എക്സ്ട്രാ വാങ്ങി വെച്ചിരിക്കണം. ഇനിയിപ്പോൾ നാളെയുള്ള നമ്മളെ മെയിൻ കാശ്മീർ പോകണത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സുനുവിൻ്റെ കൂട്ടുകാരൻ ഫസിലിൻ്റെ എന്താ പറയുക ട്രിപ്പി ഹോം സ്റ്റേ അവിടെ അങ്ങനെ നിന്ന് പീസ്ഫുള്ളായിട്ട് ചെക്കന്മാർ ബാക്കിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ വ്യൂന്ന് കണ്ടുകൊള്ളിട്ടാണ്. അത് മൊത്തം ആപ്പിൾ തോട്ടങ്ങളാണ്. അത് ഇനി അവിടെ ഇങ്ങനെയൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ്. ആപ്പിൾ നല്ല രസമുണ്ട്. ആപ്പിളല്ലേ, ആർക്കപ്പോൾ ആപ്പിൾ കൊടുക്കാത്തത്? അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാകെ ഇനി അടുത്തത്. നമ്മളെ ഗൈഡാണ് ഫാസിൽ അവൻ്റെ പേര് ഫസലാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഫാസിലാണ്. നമ്മൾ പറഞ്ഞാൽ ഫാസിലിനെ വിളിച്ചുള്ളൂ. ഇതിപ്പോൾ നമ്മളെ പ്രോപ്പർട്ടി അതാണ്. അവിടുന്ന് അങ്ങനെ നടന്നതാ. ഇതൊക്കെ നമ്മളെ പ്രോപ്പർട്ടിയാണ്. ഇതൊരു 500 ഏക്കർ ഉണ്ടാവും. അല്ല, 5 ഏക്കർ, കുറച്ച് കൂടി പോയില്ലേ. അപ്പോൾ ഇത് നമ്മൾ അപ്പോൾ ഈ ആപ്പിൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നാട്ടിലേക്ക്. ഒരു കിലോ 50 റുപ്യ വെച്ചിട്ട്. അപ്പോൾ ഞാനും സാധനമാസം തമ്മിൽ കോൺടാക്റ്റ് ചെയ്യിക്കുന്നു. 1 കിലോ ആപ്പിളിന് 50 റുപ്യ. അപ്പോൾ ഞങ്ങൾ ആവശ്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ പറിച്ചു. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തില്ലേ? അതൊക്കെ അല്ല, ഒക്കെ എക്സ്പോർട്ട് ചെയ്തില്ലേ? ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇല്ലാത്തടത്തേക്ക് പോകുകയാണ്.
ആപ്പിളാണ്. ഇന്നലെ രാത്രി ഞങ്ങളൊന്ന് വിശന്നപ്പോൾ 2 പറിച്ച് തിന്നു. വാ, അത് നല്ല രസമുണ്ടായിരുന്നു. ആപ്പിൾ തോട്ടത്തിലൂടെ നമ്മളെ യാത്ര. ഈ ആപ്പിൾ ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആപ്പിളാണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാൻ ഓക്കെ പോട്ടെ സെറ്റാണ്. ഇല്ല സെറ്റാ ഇല്ല. ഇത് പോയപ്പോൾ ഞാനും സുനും അലവിയൊക്കെ നേരത്തെ ട്രെക്കിങ് പോയി. അത് ഓർമ്മ ഇല്ലല്ല അത്ര റണ്ണിങ്. നമ്മൾ 2 ദിവസം നേരം വൈകിയിരുന്നത്. ഒരു ദിവസം നേരം വൈകി. ആപ്പിൾ കാണിച്ചാലാട്ടാ വലിയ രസമൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ ഒരു രസം നോക്കി നിങ്ങൾ. APPLE ആപ്പിൾ കൊല്ല ആപ്പിളുകൾ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നിങ്ങനെ പറിക്കുക, എന്നിട്ട് ഇങ്ങനെ നോക്കുക. ഹൈ ക്വാളിറ്റി. ഇതൊക്കെ കുഴപ്പമില്ല. ഓക്കെ ഇപ്പം നമ്മുടെ നാട്ടിലും മാങ്ങ വീണെടുക്കണ മാതിരി ഇവിടെ ആപ്പിൾ വീണെടുക്കണം. ഇത് വേറെ വ്യത്യസ്തമായ വേറൊരു പൂ, കിങ്ങിണിപ്പൂ. ഇത് വേറൊരു ആപ്പിളാണ്. ഇത് ഇതാ മറ്റേ കുറച്ച് കോസ്റ്റ്ലി ആപ്പിളാ അല്ലേ? അല്ല, അവിടെ കുയ്യാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല. അവിടെ യെസ്, നമ്മൾ ഗ്രീൻ ആപ്പിൾ. വാടിയാപ്പിളാ? ഓനെ പറ്റിച്ചു. വാടിയാപ്പിളാണ്, ഗ്രീൻ ആപ്പിളല്ല. ഇനി അടുത്ത ട്രക്കിങ് അങ്ങ് മലമുകളിലോട്ട്. ഇവർക്ക് വേറെ ഗസ്റ്റുണ്ട്, ഒരു 8-10 ചെക്കന്മാർ ഗസ്റ്റുണ്ട്, തൃശ്ശൂർ കോഴിക്കോട് എന്നൊക്കെ പോലെ വെച്ച് നമ്മൾ ട്രക്ക് ചെയ്യുകയാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ സെറ്റാണ്. ഒരു പഞ്ചാബി ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു ഹാങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അരുവി ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ സെറ്റ്. പന്നി തള്ള സമ്മതിക്കൂല. ആകെ കാഴ്ചകൾ ഇങ്ങനെ ഓക്കെ. ബഡിങ് ചെയ്ത് വെച്ചു. റെഡ് ആപ്പിൾ മരത്തുമ്പോൾ തന്നെ ഗ്രീൻ ഉണ്ടായിരുന്നതാ, കണ്ട? വെട്ടുമ്പോൾ തന്നെ ഗ്രീനും. ഹൗ അതെങ്ങനെയാ? ഓക്കെ
വാ മണാലി വന്നാൽ പിന്നെ എല്ലാവരും ഇവിടെ വരുന്നു. ആരും മാൾ റോഡ് തിന്നാൻ കിട്ടും മര്യാദക്ക്, അല്ലാത്തൊക്കെ കണക്കാണ്. വെജും നോൺ വെജും അതും ഇതും ഹാൻഡിക്രാഫ്റ്റും അങ്ങനെ എല്ലോ A to Z സാധനങ്ങൾ കിട്ടും. മണാലി വന്നാൽ പിന്നെ എല്ലാവരും ഇതാണ് വരിക. നമ്മളെ ലിസ്റ്റിൽ ഇതില്ല, കാരണം അത്രയ്ക്ക് എനിക്ക് വലിയ വൈബായി ഫീൽ ചെയ്തിട്ടില്ല. തിന്നാൻ സാധനങ്ങൾ കിട്ടും, ആ കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞുതരാം. നല്ലോണം തിന്നാൻ ഇവിടെ വന്നാൽ. വെജ് ആണെങ്കിൽ വെജ്, സമൂസ, കച്ചൂരി, പൊക്കവട, പിന്നെ ബിരിയാണി. അത് മന്തിയൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ, മന്തിയൊന്നും ഇവിടെ അല്ല, മന്തിയൊന്നും കിട്ടൂല. വേറെ ഫീലാണ്. വൺ ടൈം വിസിറ്റ്. இங்கே டீ இருக்கலாம். இங்க ஏதாவது ஸ்பெஷல் இருக்கா? இங்கே மோமோஸ் இருக்கு. இங்கே ஸ்பெஷல் வந்து வைப் மட்டும்தான் ஸ்பெஷல். அப்புறம் பீப்புள் குறைச்ச ஸ்பெஷல். ஏன்னா வந்து சில பீப்புள் வந்து நல்லா வைப் பண்ணும், நம்ம கூட என்ஜாய் பண்ணோம், ட்ராவல் பண்ணோம். ஆனால் சில பீப்புள் நம்மளை ப்ராப்ளமில் விட்டுட்டு ஓடி போயிடும், எവിടെ போகணுன்னே தெரியாது. ஸோ வி நீட் டு பி கேர்ஃபுல் எனிவேர் இன் திஸ் வேர்ல்ட். எல்லா பிளேஸும் நல்ல பிளேஸ் தான். இந்த பிளேஸ் ஆனால் கொஞ்சம் அடிப்பொலி. இப்போ கொஞ்சம் கோல்டு நல்லா இருக்குல்ல, கிளைமேட் அடிப்பொலி கிளைமேட்டு கூட. இப்போ நம்ம சில் பண்ணுற பீப்புள் நல்ல பீப்புள். ஸோ நோ ப்ராப்ளம், நல்ல வைப்பு செட்டு ഇവിടെ. ஸோ நம்ம என்ன வேணால் பண்ணலாம் ഇവിടെ, எல்லாமே நல்லா செட் ஆகும். എന്തും ചെയ്യാം, അത്രേ ഉള്ളൂ. ഇവിടെ നല്ലതും കിട്ടും, ചീത്തതും കിട്ടും അല്ലേ? ഇവിടെ അല്ല, എല്ലാ പ്ലേസിലെയും. അപ്പോൾ ഇതോടുകൂടെ നമ്മളെ മണാലി വ്ളോഗ് ഒരു ദിവസത്തെ മാത്രം അത് മാത്രം കാണുള്ളൂ. ഇവിടെ കുറേ കാണാനുണ്ട് കേട്ടോ. ട്രക്കിങ്, ഇഷ്ടംപോലെ ട്രക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ ടൈം ഷെഡ്യൂൾ കറക്റ്റ് വൺ ഡേ, കാരണം എന്നാലേ നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് ലഡാക്ക് കയറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒറ്റ ദിവസത്തെ കഥ, എൻ്റെ കഥ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റ. നാളെ നമുക്ക് ലഡാക്ക്. ബൈ ബൈ.